Let me exalt from the Psalms, Psalm 66. നമ്മുടെ നടുവിൽ ചില അതിഥികളെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പായി നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ചിന്തയെ നമുക്ക് മടക്കി കൊണ്ടുവരാം. Psalm 66 verse number 1 says, shout for joy to God, all the earth. 66-ാം സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ വാക്യം ശബ്ദമുയർത്തി ആരെങ്കിലും ഒന്ന് വായിക്കാമോ? This is one of a song, the writer basically addressing the audience to worship the Lord. ഈ സങ്കീർത്തനം മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സങ്കീർത്തനക്കാരൻ ആരാധനയ്ക്ക് ഒരു കൂട്ടം ജനത്തെ ആഹ്വാനം ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. How do we worship the God, or why we need to worship God? നമ്മുടെ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം, അവനെ എന്തുകൊണ്ട് ആരാധിക്കണമെന്ന് വളരെ വ്യക്തമായി സങ്കീർത്തനം നമ്മളോട് പഠിപ്പിക്കുന്നു. Number 2 says, shout for joy to God, all the earth, sing the glory of his name. How do you worship the Lord? Shout for joy to God. ആമേൻ. രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു, അവന്റെ നാമത്തിന്റെ മഹത്വം കീർത്തിപ്പിൻ, അവന്റെ സ്തുതി മഹത്വീകരിപ്പിൻ എന്ന് നമ്മൾ വായിക്കുന്നു. At the same time, there are reasons the psalmist mentioned why we need to worship the Lord. എന്തുകൊണ്ട് അവന്റെ നാമത്തെ കീർത്തിക്കണം, അവന്റെ മഹത്വത്തെ സ്തുതിക്കണം എന്നൊക്കെ നമ്മൾ താഴോട്ടുള്ള വാക്യങ്ങളിൽ അതിന്റെ കാരണങ്ങൾ സങ്കീർത്തനക്കാരൻ വിവരിക്കുന്നുണ്ട്. Verse number 3 says, how awesome are your deeds. ആമേൻ. മൂന്നാം വാക്യം, നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം. This morning time, why we need to worship the Lord? നമ്മൾ എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം? The reason, verse number 3 says, how awesome your deeds. മൂന്നാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, അവന്റെ പ്രവൃത്തിയുടെ ഭയങ്കരത്വം നിമിത്തം അവനെ ആരാധിക്കണം. In this morning time, how many of you can say, Lord, thank you, Lord, for your awesome deeds in my personal life? എത്ര പേർക്ക് നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കി സാക്ഷ്യമായി പറയാൻ സാധിക്കും, അങ്ങയുടെ ഭയങ്കര പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടതിന് നന്ദി കർത്താവേ. I am pretty sure last 1 week you and me go through a lot of challenging experience, but in the midst of every difficulty, we all experience the awesome presence of God in our personal life. ആമേൻ. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾക്ക് പറയാൻ സാധിക്കും, ആ ദൈവത്തിന്റെ സാന്നിധ്യവും അവന്റെ കരത്തിന്റെ പ്രവൃത്തിയും നമ്മളെ എത്രത്തോളം താങ്ങി വഴി നടത്തിയെന്ന്. Hallelujah. 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 Amen. How many of you can shout in this morning, thank you, Lord, for your awesome deeds in my life? എത്ര പേർ ശബ്ദമുയർത്തി അവനെ സ്തുതി കരേറ്റും, അങ്ങയുടെ ഭയങ്കരമേറിയ പ്രവൃത്തികൾക്ക് നന്ദി. Some of you, they lost their job, but God provided the job even this last week. ആമേൻ. കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ നടുവിൽ വളരെയധികം സാക്ഷ്യങ്ങൾ കേട്ടു. നമ്മുടെ നടുവിൽ ജോലിയില്ലാത്തവർക്ക് ദൈവം പുതിയ ജോലികളെ കൊടുക്കുന്നത് നമ്മൾ കേട്ടു. Some of our sisters, they were carrying the baby, and God provided baby, blessed with the baby. അവരുടെ ഉദരബലങ്ങളെ ദൈവം വളരെ വിടുതൽ കൊടുത്ത് അവരെ നമ്മുടെ നടുവിൽ ആക്കി തീർത്തതെല്ലാം ദൈവത്തിന്റെ വലിയ ഭയങ്കരമേറിയ പ്രവൃത്തികളാണ്. Some of them gone through serious accidents, but God delivered us from the accidents. പലരും നമ്മുടെ നടുവിലുള്ളത് വാഹന അപകടങ്ങൾ പോലുള്ള അപകടങ്ങളിൽ നിന്നെല്ലാം അത്ഭുതകരമായി ദൈവം നമ്മളെ വിടുവിച്ച സാക്ഷ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു. Can you shout amen? How awesome your deeds. കർത്താവേ, അങ്ങയുടെ ഭയങ്കരമേറിയ പ്രവൃത്തികൾക്ക് നന്ദി. When we say awesome deeds, the psalmist mentioning what all those awesome deeds. ഭയങ്കരമേറിയ പ്രവർത്തികൾ എന്ന സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ അത് താൻ താഴോട്ടുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. 5 it is mentioned, verse number 6, he turned the sea into dry land, they passed through the river on foot. ആറാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു, അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി, അവർ കാൽനടയായി നദി കടന്നുപോയി. I don't need to explain the history of that words. ആ വാക്യത്തിന്റെ ചരിത്രമോ പശ്ചാത്തലമോ ഒന്നും പുതിയതായി ഇവിടെ വിവരിക്കേണ്ട ആവശ്യമില്ല. The Israelites, they went through the sea. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ they didn't have any way to go forward. അതിനെ എങ്ങനെ മറികടക്കണം, മുമ്പോട്ട് എങ്ങനെ യാത്ര ചെയ്യണമെന്ന് അവരുടെ മുമ്പിൽ ഒരു വഴിയുമില്ലാതെ നിൽക്കുമ്പോൾ behind there is a army of Egyptians were standing. ഫറവോന്റെ മുഴുവൻ സൈന്യവും അവരെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ they don't know what to do next. അടുത്തത് എന്ത് ചെയ്യണമെന്ന് അവർ അറിയാതെ നിൽക്കുമ്പോൾ in the midst of this difficult situation, God opened the sea. ആ ഭയാനകമായ സാഹചര്യത്തിൽ സമുദ്രത്തെ അവരുടെ മുമ്പിൽ കർത്താവായ This morning time, how many of you can say God turned the sea into roads? Amen. ആ സമുദ്രത്തിന്റെ നടുവിൽ അവർക്കൊരു ഉണങ്ങിയ നിലം, ഒരു വഴി കർത്താവ് ഉണ്ടാക്കി. I am pretty sure God turned some of your sea also into dry land. Amen. നമ്മുടെയും ജീവിതങ്ങളിൽ കലങ്ങി മറിയുന്ന ചെങ്കടലിന്റെ സാഹചര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി വിശാലമായ വഴികളാക്കി തീർത്തില്ലേ? Can you shout amen this morning?
morning. പേർക്ക് ശബ്ദമുയർത്തി അവന് നന്ദി പറയാൻ But at സാധിക്കും. the same time, അതേസമയം God not only deliver us from this situation, ഈ സാഹചര്യങ്ങളിൽ നമ്മളെ വിടുവിക്കുക മാത്രമല്ല, sometime He sustained us through the situation too. ആമേൻ, ആ സാഹചര്യങ്ങളിലൂടെ നമ്മളെ വിടുവിക്കുന്നതിനപ്പുറമായി നമ്മളെ അതിനകത്ത് പരിപാലിക്കുന്ന ഒരു ദൈവത്തിന്റെ കരുതൽ. This psalm is a very balanced psalm. ആമേൻ, ഈ സങ്കീർത്തനത്തിന് ഒരു ബാലൻസ് ഉണ്ട്. ഒരു ബാലൻസ് ഉള്ള ഒരു We സങ്കീർത്തനമാണ്. see the mighty hand of God in this psalm. ദൈവത്തിന്റെ ബലമേറിയ കൈകളുടെ പ്രവർത്തികൾ നമ്മൾ കാണുമ്പോൾ But at the same time, God allowed us to go through the serious situations also through our life. ചില പ്രശ്നങ്ങളിൽ കൂടെയും പ്രതികൂലങ്ങളിൽ കൂടെയും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വിടുതലുകൾ വന്നില്ലെങ്കിലും അതിനപ്പുറം കടക്കാൻ ദൈവത്തിന്റെ പരിപാലനവും കരുതലുകളും അനുഭവിച്ചവരാണ് Verse number നമ്മൾ. 9 says, who has kept our soul among the living and has not let our feet sleep. ഇവൻ 9-ാം വാക്യം നമ്മൾ വായിക്കുന്നു, അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല. There was a chance that our feet can be slipped. ആമേൻ, നമ്മുടെ കാലുകൾ വഴുതുന്ന ഏറിയ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. But at the same time, God sustained us. പക്ഷേ അതിനകത്തെല്ലാം ദൈവത്തിന്റെ പരിപാലനവും കരുതലും നമ്മൾ There you കണ്ടു. didn't see the mighty hand of God. ആമേൻ, അവിടെ ദൈവത്തിന്റെ ബലമേറിയ ഭുജമല്ല നമ്മൾ കണ്ടത്, But we see the sustaining hand of God. പക്ഷേ കാക്കുന്ന ദൈവത്തിന്റെ കരുതൽ നമ്മൾ അവിടെ How many കണ്ടു. of you can say this morning time, God not only show, the mighty hand of God, sometimes you will see the sustaining hand of God too. ആമേൻ, അവന്റെ കരത്തിന്റെ ഭയങ്കരമേറിയ പ്രവർത്തികൾ മാത്രമല്ല, ചില സമയം അതേ കരത്തിന്റെ കരുതൽ, അതേ കരത്തിന്റെ കാവലും സംരക്ഷണവും നമ്മൾ കാണുവാനിടയായി തീർന്നിട്ടുണ്ട്. Hallelujah. ആമേൻ. Verse number 10 says, 10-ാം വാക്യം നമ്മൾ വായിക്കുന്നു, God, you have tested us. നീ ഞങ്ങളെ You have പരിശോധിച്ചിരിക്കുന്നു. tried us as a silver has tried. വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. Sometimes ആമേൻ, ചില സമയത്ത് you don't see the mighty hand of ആ God. ദൈവത്തിന്റെ ഭയങ്കരമേറിയ പ്രവൃത്തി അടങ്ങിയ കൈ നമ്മൾ കണ്ടില്ലെങ്കിലും Sometimes we have to go through some painful experience. അതേ സമയത്ത് ചില പരിശോധനകളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടുമ്പോൾ, And God will, when we go through these serious challenges, ഈ സാഹചര്യങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ, this is the time that God is testing our faith. നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുന്ന സാഹചര്യങ്ങളാണെന്ന് നമ്മൾ What തിരിച്ചറിയണം. was the test that we can see over here? ഇവിടെ നമ്മൾ കാണുന്ന ആ പരിശോധന എന്താണ്? Verse number 11 says, 11-ാം വാക്യത്തിൽ നമ്മൾ you കാണുന്നു. brought us into the net. 11-ാം വാക്യം ഒന്ന് വായിക്കാമോ? See, here you don't see the mighty hand of God. അവിടെ ഭാരങ്ങളെ എടുത്തു മാറ്റുന്ന ദൈവത്തിന്റെ കരത്തിനും അപ്പുറമായി, Here you don't see the sustaining hand of അവിടെ God. കരുതലിന്റെ കരത്തിനപ്പുറമായി Here we see the hand which closed every doors before us. നമ്മുടെ മുമ്പിലുള്ള ചുറ്റുമുള്ള എല്ലാ വാതിലുകളും ഒരേ അടിക്ക് അടച്ചു കളയുന്ന ഒരു സാഹചര്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. How many of you can say that? എത്ര പേർക്ക് അത് സമ്മതിക്കാൻ സാധിക്കും? God sometimes close all the doors. ദൈവം നമ്മുടെ മുമ്പിലുള്ള പല വാതിലുകളും അടച്ച സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. Not only God opened the door, വാതിലുകൾ തുറക്കുക മാത്രമല്ല, sometimes He closed the doors. ചില വാതിലുകൾ അടഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. But when God closes the door, പക്ഷെ ആ ദൈവം വാതിലുകൾ അടയ്ക്കുമ്പോൾ do not get afraid. ഭയക്കരുത്. There is an opportunity. നമ്മുടെ മുമ്പിൽ അതിനൊരു അവസരമുണ്ട്. God is purifying as silver. വെള്ളി ഊതി കഴിക്കുന്നത് പോലെ നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു ക്രിയയിലേക്ക് ദൈവം നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളെ ശുദ്ധീകരിച്ച് ഒരു തിളങ്ങുന്ന പൊന്നാക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പരിശോധനകളിൽ കൂടെ കടക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ബലം നമ്മൾ തിരിച്ചറിയുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുമ്പോൾ many times probably your parents experience the God's hand. ദൈവത്തിന്റെ കരം കണ്ട സാഹചര്യങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. But some of the time, പക്ഷേ അതേ സമയം God closes your doors. ദൈവം നിങ്ങളുടെ മുമ്പിലുള്ള വാതിലുകൾ അടയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. The reason, അതിന്റെ കാരണം, this is a time ഈ സമയം your faith is getting sharpened. ഈ പ്രത്യേക സമയത്താണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ മൂർച്ച വർദ്ധിക്കുന്നത്. Your faith is getting sharpened. നിങ്ങളുടെ വിശ്വാസത്തിന്റെ മൂർച്ച വർദ്ധിക്കുന്നതിന് കാരണമായി When I തീരും. see this, ഞാനിത് പറയുമ്പോൾ this is our personal experience. ഇത് ഞങ്ങളുടെ ജീവിതത്തിന്റെ വ്യക്തിപരമായ അനുഭവമാണ്. God sharpen our faith. ദൈവം ഞങ്ങളുടെ വിശ്വാസത്തിന്റെ മൂർച്ച കൂട്ടിയ കാലഘട്ടങ്ങൾ.
Hallelujah. God sharpens our faith. നമ്മുടെ വിശ്വാസത്തിന്റെ മൂർച്ച അവൻ വർദ്ധിപ്പിക്കും. Hallelujah. Praise the Lord. Verse number 12 says, 12ാം വാക്യം നമ്മൾ കാണും. when God sharpens our faith, അവൻ നമ്മുടെ വിശ്വാസത്തിന്റെ മൂർച്ച വർദ്ധിക്കുമ്പോൾ, you see, verse number 12, let men ride over our heads. 12ാം വാക്യം വായിച്ചാട്ടെ. And we went through the fire and through the water. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. You will feel like men riding over your head. നമ്മുടെ തലമേൽ മനുഷ്യർ ഓടുന്നത് നമ്മൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. Feel like the whole situation is against. നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ മുഴുവൻ നമ്മൾക്കെതിരായി നിൽക്കുകയാണെന്ന് നമ്മൾ ചിന്തിക്കുന്ന Feel like സാഹചര്യം. you go through the fire and the water. തീയിലൂടെയും വെള്ളത്തിൽ കൂടിയും കടത്തിവിടുന്ന സാഹചര്യങ്ങൾ. But let me tell you, പക്ഷേ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, but in the midst of this fire and the water, ഈ തീച്ചൂളയുടെയും വെള്ളത്തിന്റെയും അവസ്ഥയിലല്ല, He will keep you alive. ദൈവം നമ്മളെ സംരക്ഷിക്കുന്ന ദൈവമാണ്. I mean, if you can say this morning, നമ്മുടെ ജീവനെ കാക്കുന്നവൻ, He will keep you alive. നമ്മുടെ ജീവനെ കാക്കുന്ന ദൈവം, He will keep you alive. അവൻ നമ്മളെ സംരക്ഷിക്കുക തന്നെ As a ചെയ്യും. pastor of this church, I cannot disclose some of the things what is happening around in our church. ഈ സഭയുടെ ഇടയൻ എന്ന നിലയ്ക്ക് എനിക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പരസ്യമായി പറയാൻ But I സാധിക്കത്തില്ല. know പക്ഷേ ഇന്ന് പകൽ some of എനിക്കറിയാം, the families go through this fire and the water. ചില കുടുംബങ്ങളിൽ ഈ തീയുടെയും വെള്ളത്തിന്റെയും സാഹചര്യത്തിൽ കൂടി But കടക്കേണ്ടി in the വന്നാലും, midst of all these situations, ഇതിന്റെ എല്ലാ നടുവിലും God is keeping us alive. ദൈവം നമ്മളെ ജീവനോടെ നിലനിർത്തി God is കാക്കും. keeping us you alive. ദൈവം നമ്മളെയും എന്നെയും നിന്നെയും ഒരേപോലെ God ജീവനോടെ is keeping you സംരക്ഷിക്കുന്നു. alive this morning. ദൈവം നമ്മളെ ജീവനോടെ സംരക്ഷിക്കുന്നു. Hallelujah. 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 Thank you, Holy Spirit. And verse number 12 says, 12ാം വാക്യം, you brought us out to the place of abundance. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. That means അതിന്റെ അർത്ഥം brought us abundance. നമ്മുടെ ജീവിതത്തിൽ ഒരു സമൃദ്ധി. The challenge that you are going through right now, വെല്ലുവിളികൾ നമ്മുടെ നടുവിൽ ജീവിതങ്ങളിൽ ഇപ്പോൾ കടന്നു it's പോകുമ്പോൾ not going to be permanent. അത് ഒരിക്കലും സ്ഥിരതയുള്ളതല്ല. It's temporary. അത് നൊടി നേരത്തേക്കുള്ള കഷ്ടതയാണ്, അത് നൊടി നേരത്തേക്കുള്ള It's വെല്ലുവിളിയാണ്, temporary. അത് നൊടി It's നേരത്തേക്കുള്ളതാണ്, temporary. അത് താൽക്കാലികമാണ്. You are going to get into a place of abundance. ഒരു സമൃദ്ധിയുടെ ജീവിത സമയത്തിലേക്ക്, ഒരു സമൃദ്ധിയുടെ കാലഘട്ടത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും. You are going to get into a place of abundance. ഒരു സമൃദ്ധിയിലേക്ക്, നിങ്ങളൊരു സമൃദ്ധിയുടെ കാലഘട്ടത്തിലേക്ക് കടക്കാൻ But in പോകുന്നു. the season, ഈ സമയത്ത്, there is a challenge. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വെല്ലുവിളികളുണ്ട്. Hallelujah. Amen. Praise the Lord. Thank you, Jesus. Then verse number 13 on. 13ാം വാക്യം Then again, Psalmist is worshiping the Lord. ഈ സങ്കീർത്തനക്കാരൻ ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നതും ആരാധിക്കുന്നതും നമ്മൾ കാണാൻ സാധിക്കും. How he worshiped the Lord. അവൻ എങ്ങനെ ദൈവത്തെ Verse ആരാധിച്ചു? number 15 says, 15ാം വാക്യം, I will offer to you a burnt offering of fattened animal. ആമേൻ, ഞാൻ ആട്ടുകൊറ്റന്മാരുടെ സൗരഭ്യവാസനയോട് കൂടെ, തടിപ്പിച്ച മൃഗങ്ങളെ. ആമേൻ, Fattened animals. fattened animals. What does that mean? അതിന്റെ അർത്ഥം എന്താണ്? He didn't bring a teeny animals in the presence of God. ആമേൻ, ഏറ്റവും ചെറിയ ശോഷിച്ച ആരാധനാ മൃഗമോ യാഗമൃഗമോ അല്ല അവൻ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നത്. He brought us, he brought a fattened animal in the presence of God. തടിച്ച മൃഗത്തെ യാഗവസ്തുവായി കഴിക്കാൻ അവൻ Let ദൈവസന്നിധിയിലേക്ക് me ask കൊണ്ടുവന്നു. you this morning, ആമേൻ, ഞാൻ നിങ്ങളോട് as ചോദിക്കട്ടെ, you are in the presence of ഇന്ന് God, പകൽ what ദൈവസന്നിധിയിലായിരിക്കുന്നു, kind of animal that you brought in? എന്ത് തരത്തിലുള്ള യാഗവസ്തുവാണ് നിങ്ങൾ ഇന്ന് പകൽ What ആരാധനയ്ക്ക് type of കൊണ്ടുവന്നത്? worship that you brought in? ഇന്ന് പകൽ നിങ്ങൾ എങ്ങനത്തെ ആരാധനയാണ് ഇന്ന് പകൽ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നത്? Hallelujah. Amen. Hallelujah. Hallelujah. This morning time, you need to worship, you need to bring a fattened animal. നിങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഏറ്റവും നല്ല ആരാധന ദൈവത്തിന് കൊടുക്കണം. Hallelujah. Hallelujah. I don't know, maybe we are going to sit here for next 1 more hour. Amen. അടുത്ത 1 മണിക്കൂർ കൂടെ ചിലപ്പോൾ നമ്മൾ ഈ ആരാധനാലയത്തിൽ നമ്മൾ ഒരുമിച്ചായിരിക്കും. We may able to hear the message from the minister of God. Amen. ദൈവദാസനിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം വചനം നമ്മൾ കേൾക്കും. But the main purpose that we
are here പക്ഷെ നമ്മൾ ഇവിടെ കൂടി വന്നിരിക്കുന്നതിന്റെ പരമപ്രധാനമായ to ഉദ്ദേശം give all the worship to Him alone. ദൈവത്തിന് മാത്രം യോഗ്യനായവൻ ആരാധന അർപ്പിക്കുക Don't എന്നുള്ളതാണ്. be seated here as a spectator. ആമേൻ. കാഴ്ചക്കാരായി ഇവിടെ ഇരിക്കരുതാരും. Rather, you are a worshipper. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആരാധനയുണ്ട്, അത് ദൈവത്തിന് അർപ്പിക്കണം. With all your souls and the might, you need to give the whole glory to Him പൂർണ്ണ alone. ഹൃദയത്തോടെയും ശക്തിയോടെയും അവന് മഹത്വം കൊടുക്കുക. You give all the worship to Him അവന് alone. യോഗ്യമായ ആരാധന കൊടുക്കുക. Because He is worthy to be praised. അവൻ മാത്രം ആരാധനയ്ക്കും Give സ്തുതികൾക്കും the യോഗ്യൻ. fattened animal to Him. അവന് ഏറ്റവും നല്ല ആരാധന അർപ്പിക്കുക. Can we give a few minutes a fattened worship to Him? ശബ്ദമുയർത്തി ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന ഒരു സൗരഭ്യവാസനയായി അവന് അർപ്പിക്കാമോ? Oh, hallelujah. Oh, we give you all the glory. We give you all the praise. We give you all the worship. Hallelujah, hallelujah, hallelujah. Praise the Lord. Hallelujah. I'm not going to continue these psalms. Praise the Lord because of the short of time. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ Let me